നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇടതു വലത് മുന്നണികളുടെ ദുർഭരണത്തിന് അറുതി വരുത്തുന്നതിന് വേണ്ടി സമഗ്രമായ വികസനത്തിനും സമത്വത്തിനും വേണ്ടി പോരാടുന്ന നമ്മളുടെ ബഹുമാന്യനായിട്ടുള്ള സന്ദീപ് ബചസ്പതി, അദ്ദേഹം തന്നെ ആകട്ടെ നമ്മളുടെ ഈ മണ്ഡലത്തിന്റെ സാരഥിയും. ഈ സാരഥി വിജയിച്ച് നിയമസഭാ അകത്തളങ്ങളിൽ ചെല്ലുമ്പോൾ നാളിതുവരെ നമ്മൾ അനുഭവിച്ചിരുന്ന ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്നതിന് രണ്ടു പക്ഷം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇന്ന് പ്രഭാതം മുതൽ ജനലക്ഷങ്ങളുടെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ഊഷ്മളമായ വരവേൽപ്പിന് വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ സ്വീകരണം നൽകുന്നത് നമ്മളുടെ മണ്ണഞ്ചേരി BJP മണ്ണഞ്ചേരി തെക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ രാജു തങ്കം, അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. BMSന് വേണ്ടി സുരേഷ് ബാബു, ശ്രീ സുചീന്ദ്രാം, നടരാജൻ, രാജേഷ്, ABVPക്ക് വേണ്ടി അഖിൽ രാജേഷ്, നമ്മുടെ പഞ്ചായത്തിന്റെ ബൂത്ത് കമ്മിറ്റി 56-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് TP സുരേഷ്, പ്രസിഡന്റ് വേണു, രാജീവ്, ഹാരിഷ്, നിങ്ങളുടെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾക്ക് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനായിട്ടുള്ള സന്ദീപ് ബചസ്പതിയെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഈ മണ്ണഞ്ചേരി തെക്ക് പഞ്ചായത്തിൽ നിങ്ങൾ നൽകിയ സ്നേഹപൂർവമായ സ്വീകരണത്തിന് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിവർത്തന പദയാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ജനസമ്പർക്ക യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേരളത്തിലൊരു മാറ്റം, പരിവർത്തനം ആവശ്യമാണ് എന്ന ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരമൊരു യാത്രയുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ അരനൂറ്റാണ്ടിനേറെക്കാലമായി, കൃത്യമായി പറഞ്ഞാൽ 65 വർഷത്തിന് ഏറെയായി കേരളത്തെ ഭരിച്ചിരുന്ന രണ്ടു മുന്നണികൾക്കും കേരളത്തെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടില്ല എന്നും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ജീവിതം സുഖപ്രദമാക്കുന്നതിനാവശ്യമായ പദ്ധതികളില്ല എന്നും നാം മനസ്സിലാക്കിയിട്ട് കുറെ കാലമായി. നാം വിശ്വസിച്ച പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ നമ്മെ വഞ്ചിച്ചതിന്റെ കഥകളാണ് പറയാനുള്ളത്. ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്ന കേരളം ഇന്ന് അന്യ സംസ്ഥാനങ്ങളുടെയും അന്യ രാജ്യങ്ങളുടെയും മുന്നിൽ പിച്ചച്ചട്ടിയുമായി കൈനീട്ടി നിൽക്കേണ്ട ഗതികേടിലേക്കാണ് രണ്ട് മുന്നണികളും ചേർന്ന് കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചത്. ഇന്ന് പുറത്തു വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ മാസം മാത്രം 7000 കോടി രൂപയുടെ കടമാണ് നമ്മുടെ സംസ്ഥാനം പുതിയതായി സ്വീകരിച്ചത്. 7000 കോടി രൂപ കൂടി ഈ മാസം കടമേടിച്ചത് പെൻഷൻ കൊടുക്കുന്നതിനും ശമ്പളം കൊടുക്കുന്നതിനുമാണെന്ന് കൂടി നാം അറിയണം. സ്വന്തമായി വരുമാനമില്ലാത്ത ഒരു സംസ്ഥാനം കള്ള് കച്ചവടത്തിൽ നിന്നും ലോട്ടറി കച്ചവടത്തിൽ നിന്നും വിദേശത്ത് നിന്ന് മലയാളികൾ അയക്കുന്ന മണി ഓർഡറിൽ നിന്നും മാത്രം വരുമാനം കണ്ടെത്തുന്ന കേരളം, അതാണ് 65 വർഷത്തെ രണ്ട് മുന്നണികളുടെയും ഭരണത്തിന്റെ ബാക്കി പത്രം. നാളിതുവരെ കേരളത്തിന് സ്വന്തമായി ഒരു വരുമാന പദ്ധതി ആവിഷ്കരിക്കാൻ പോലും നമ്മെ ഭരിച്ചവർക്ക് സാധിച്ചിട്ടില്ല. ഓരോ തവണയും പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അത് പാതുവഴിയിൽ ഉപേക്ഷിക്കുകയും
ചെയ്യുന്ന രീതിയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് വീണ്ടും വീണ്ടും കടം സ്വീകരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നതിന് കൂടുതൽ തുക കടമെടുക്കുന്നതിന് അനുവദിച്ചിരുന്നു. അത് കോവിഡ് രോഗികളെ പുനരധിവസിപ്പിക്കുന്നതിനും കോവിഡിന്റെ മഹാമാരിയിൽ നിന്നും നാടിനെ കരകയറ്റുന്നതിനുമാണ് പുതിയതായി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ അതിന്റെ മറവിലെടുക്കുന്ന തുക പോലും സർക്കാരിന്റെ കേരളത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയണം. 65 വർഷം കൊണ്ട് കേരളത്തിൽ 3.5 ലക്ഷം കോടി രൂപയുടെ കടമാണ് രണ്ടു മുന്നണികളും ചേർന്ന് വരുത്തിവെച്ചിരിക്കുന്നത്. അതായത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഓരോ ലക്ഷം രൂപയുടെ കടമാണ് രണ്ടു മുന്നണികളും ചേർന്ന് വരുത്തിവെച്ചിരിക്കുന്നത്. ഈ കടമെല്ലാം വരുത്തിവെച്ചിട്ട് എന്താണ് ഇവർ ഈ നാടിന് വേണ്ടി നൽകിയതെന്ന് കൂടി നാം ചിന്തിക്കണം. സ്വന്തമായി ഒന്നുമില്ലാത്ത ഒരു കേരളം അന്യ സംസ്ഥാനങ്ങളുടെ മുൻപിൽ നിത്യ ചെലവിന് മാത്രമല്ല, അന്നന്നത്തെ അന്നം കഴിക്കുന്നതിന് വേണ്ടി പോലും മറ്റു സംസ്ഥാനങ്ങളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഗതികേടിലേക്കാണ് ഇവർ കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചത്. കേരളത്തിന്റെ നെല്ലറകൾ എന്നറിയപ്പെട്ട കുട്ടനാടും പാലക്കാടും ഇന്ന് നെൽകൃഷി അന്യം നിന്നു പോകുന്നു. ട്രാക്ടറിനെതിരെ, കൊയ്ത്ത് യന്ത്രത്തിനെതിരെ, മെതിയന്ത്രത്തിനെതിരെ, നടീയന്ത്രത്തിനെതിരെ ഒക്കെ സമരം ചെയ്ത ഇവർ കൃഷി എന്നുള്ളത് കേരളത്തിൽ നിന്നും പറിച്ചു മാറ്റിയിരിക്കുന്നു. ഇന്ന് കൃഷി ചെയ്യാൻ ആർക്കും ധൈര്യമില്ല. കാരണം ഇവരുടെ നയങ്ങൾ മൂലമുള്ള പണിമുടക്കാണ് ഏറ്റവും വലിയ ശാപം. ജോലി ചെയ്യാൻ ആളെ കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്നു. ജോലിക്ക് ആളില്ലാത്തപ്പോൾ പകരം യന്ത്രങ്ങൾ ഉപയോഗിച്ച് പണി ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും ഇവർ സമ്മതിക്കില്ല. അങ്ങനെ കേരളത്തിന്റെ കാർഷിക രംഗത്തെ സമഗ്രമായി ഇവർ തകർത്തിരിക്കുന്നു. ആലപ്പുഴ എന്നുള്ളത് നമുക്കറിയാം, കയറിന്റെ മേഖലയായാണ് അറിയപ്പെടുന്നത്. ആലപ്പുഴയുടെ കയറിന്റെ പെരുമയാണ് ലോകത്തിന് മുന്നിൽ ആലപ്പുഴയെ അവതരിപ്പിച്ചത്. അങ്ങനെയാണ് കിഴക്കിന്റെ വെനീസ് എന്ന പദവി പോലും ആലപ്പുഴയ്ക്ക് തേടി വന്നത്, ആലപ്പുഴയ്ക്ക് സ്വന്തമായത്. പക്ഷേ ഇന്ന് ആലപ്പുഴയിലെ നാമമാത്രമായ കയർ കമ്പനികൾ പ്രവർത്തിക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പോലും ചകിരി എത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. കേരളത്തിലെ നമ്മളുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ മക്കൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ, 12ാം തരം കഴിഞ്ഞാൽ ഉപരിപഠനത്തിന് പോകണമെങ്കിൽ കേരളത്തിൽ സൗകര്യമില്ല. അതിന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കണം. പഠനം കഴിഞ്ഞാൽ ജോലി വേണമെങ്കിൽ അതിനും അന്യ സംസ്ഥാനങ്ങളെ, അന്യ രാജ്യങ്ങളെ ആശ്രയിക്കണം. ആരാണ് ഇതിന് ഉത്തരവാദി? നാം ചിന്തിക്കണം. 65 വർഷം നമ്മെ ഭരിച്ചവർക്ക് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. പക്ഷേ ഇതേപ്പറ്റിയൊക്കെ ചോദിച്ചാൽ അവർ ചോദിക്കുന്നത് ഞങ്ങൾ പകരം കിറ്റ് തന്നില്ലേ എന്നാണ്. ഇന്ന് മലയാളിയെ അല്ലെങ്കിൽ കേരളത്തിന്റെ സർക്കാർ ചെയ്ത എല്ലാ കൊള്ളരുതാഴികയും കിറ്റിന്റെ മറവിൽ, കിറ്റിനുള്ളിൽ ഒളിപ്പിക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, ഈ കിറ്റിനകത്തിടാനുള്ള വസ്തുക്കൾ നൽകിയത് പോലും നരേന്ദ്രമോദി സർക്കാരിന്റെ സാമ്പത്തികം കൊണ്ടാണ്. 80 കോടി ജനങ്ങൾക്കാണ്, രാജ്യത്തെ 80 കോടി ജനങ്ങൾക്കാണ് കഴിഞ്ഞ 1.5 വർഷക്കാലമായി കേന്ദ്ര സർക്കാർ സൗജന്യമായി റേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ പിണറായി വിജയൻ സർക്കാർ ചെയ്തത്? കേന്ദ്ര സർക്കാർ നൽകിയ പണം ഉപയോഗിച്ച് സ്വന്തക്കാരുടെ പക്കൽ നിന്നും നിലവാരം കുറഞ്ഞ സാധനങ്ങളാണ് കിറ്റിൽ ഇട്ടു നൽകിയത്. ഇവിടെ കിറ്റ് വാങ്ങിയിട്ടുള്ള പലരും ഉണ്ടാകും. ആ കിറ്റിനകത്തുണ്ടായിരുന്ന കടല മാത്രം എടുത്താൽ മതി പിണറായി വിജയന്റെ അഴിമതി തിരിച്ചറിയാൻ. ആ കടല 6 മാസം വെള്ളത്തിലിട്ടാൽ പോലും കുതിരാത്ത കടലയാണ് പിണറായി വിജയൻ സർക്കാർ. ആർക്കും വേണ്ടാത്ത വസ്തുക്കളാണ് കിറ്റിൽ നൽകിയത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് മാത്രമല്ല, ആ പണം കൊണ്ട് 100 കണക്കിന് കോടി രൂപയുടെ അഴിമതിയും ഇവർ നടത്തിയിരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ കിറ്റ് നൽകിയെന്നോ. ഇന്ന് പിണറായി വിജയനോട് ചോദിച്ചാൽ പിണറായി വിജയൻ ഒരേ ഒരു മറുപടി അറിയുകയുള്ളൂ, എനക്കറിയില്ല.
എന്താ പിണറായി വിജയൻ അറിയാതെ പോയത്? CPIMകാരുടെ വാക്കുകൾ കടമെടുത്താൽ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കനല്ലേ? എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രണമുള്ള നേതാവല്ലേ പിണറായി വിജയൻ? എന്തുകൊണ്ടാ സ്വന്തം ഓഫീസിൽ നടന്ന കാര്യങ്ങളെ പറ്റി അറിവില്ലാതെ പോയത്? മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നില്ലേ പ്രിൻസിപ്പൽ സെക്രട്ടറി? ആ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ സ്വർണ്ണക്കടത്തുകാരുടെ താവളമാക്കി മാറ്റിയത് എന്തുകൊണ്ടാ പിണറായി വിജയൻ അറിയാതെ പോയത്? സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കടത്തുകാരുടെ ഇടനിലക്കാരനാണെന്ന് എന്താ പിണറായി വിജയൻ അറിയാതെ പോയത്? സ്വന്തം വകുപ്പിൽ 10ാം തരം പോലും പാസ്സാകാത്ത ഒരു സ്ത്രീയെ 2.25 ലക്ഷം രൂപ ശമ്പളത്തിൽ നിയമിച്ചത് എന്തുകൊണ്ടാ പിണറായി വിജയൻ അറിയാതെ പോയത്? പ്രിയമുള്ളവരെ, ഇതൊന്നും പിണറായി വിജയൻ അറിയാത്തതല്ല. എല്ലാ കാര്യങ്ങളെ പറ്റിയും പിണറായി വിജയന് വ്യക്തമായ ധാരണയുണ്ട്. ശിവശങ്കരൻ തന്നെ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് അറിവുണ്ടായിരുന്നു എന്ന്. അപ്പൊ ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് അറിയാം. ഏറ്റവും അവസാനം വന്ന വിവാദം എന്താ? നമ്മളുടെ കടൽ വിദേശ കമ്പനികൾക്ക് വിൽക്കുകയാണ്. നമ്മളുടെ ആഴക്കടലിൽ നിന്നും മീൻ പിടിക്കാനുള്ള അധികാരം അമേരിക്കൻ കമ്പനിക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ. അതേപ്പറ്റി ചോദിച്ചപ്പോഴും പിണറായി വിജയൻ പറഞ്ഞത്, എനക്കറിയില്ല, ഞാൻ അറിയാതെയാണ്, മന്ത്രിസഭ അറിയാതെയാണ് ഇത് സംഭവിച്ചത് എന്നാണ്. പക്ഷേ ഇന്നത്തെ മാധ്യമ വാർത്തകൾ നാം എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? വളരെ കൃത്യമായി വിവരാവകാശ രേഖകൾ മൂലം തെളിഞ്ഞിരിക്കുന്നു, ഈ കരാർ ഒപ്പിട്ടപ്പോൾ പിണറായി വിജയന് അറിവുണ്ടായിരുന്നു. പിണറായി വിജയന്റെ അറിവോടുകൂടിയാണ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കമ്പനിയെ ഏൽപ്പിച്ചത് എന്ന് വിവരാവകാശ രേഖകൾ മൂലം ഇപ്പോൾ വെളിവായിരിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പിണറായി വിജയൻ പഠിച്ച കള്ളനാണ്. നാക്കെടുത്താൽ നുണ മാത്രം പറയുന്ന നേതാവായി പിണറായി വിജയൻ അധപ്പതിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ കള്ളം പറയുന്നത് ആർക്കു വേണ്ടിയാണെന്ന് കൂടി നാം മനസ്സിലാക്കണം. സ്വന്തക്കാർക്ക് വേണ്ടി, സ്വന്തം മക്കളെ, സ്വന്തം നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഈ നുണയെല്ലാം പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ 5 വർഷം മുഖ്യമന്ത്രി എന്ന പദത്തിന് പോലും അപമാനമായി മാറിയ പിണറായി വിജയനെയാണ് കേരളം കണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 6-ാം തീയതി നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യണം. കാരണം ഒരു മാറ്റത്തിനു മാത്രമാണ് നാട്ടിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുക. ആ മാറ്റമുണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയുകയുള്ളൂ. ഇത് കേവലം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ല, ഞങ്ങൾ നടപ്പാക്കി കാണിച്ചതാണ്. കഴിഞ്ഞ 28 വർഷമായി ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഗുജറാത്ത് ഇന്ന് രാജ്യത്തെ 1-ാം നമ്പർ സംസ്ഥാനമായി ഉയർന്നിട്ടുണ്ട് എങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദീർഘവീക്ഷണവും ഈ രാജ്യത്തോടുള്ള ഞങ്ങളുടെ നിലപാടിന്റെയും അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും CPMകാരനുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ, ഞങ്ങൾക്ക് കാണിക്കാൻ ഒരു ഗുജറാത്ത് മോഡലുണ്ട്, ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ഗുജറാത്തിൽ. നിങ്ങൾക്ക് കാണിക്കാൻ രാജ്യത്തെവിടെയെങ്കിലും ഒരു ഭരണ മികവുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. 36 വർഷം നിങ്ങൾ ബംഗാൾ ഭരിച്ചില്ലേ? ആ ബംഗാളിന്റെ അവസ്ഥ ഇന്നെന്താ? ഒരു കാലത്ത് ബംഗാൾ എന്നുള്ളത് ഈ രാജ്യത്തിന്റെ തലച്ചോറായിരുന്നു. ഇന്ന് ബംഗാൾ ചിന്തിക്കുന്നത് നാളെ രാജ്യം ചിന്തിക്കുമെന്ന ഒരു പ്രസ്താവന, ഒരു ചൊല്ലുപോലും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. രാമകൃഷ്ണദേവന്റെ ബംഗാൾ, സ്വാമി വിവേകാനന്ദന്റെ ബംഗാൾ, രവീന്ദ്രനാഥ ടാഗോറിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ബംഗാൾ. എവിടെ പോയി ഇന്ന് ആ ബംഗാൾ? ആ ബംഗാൾ ഇന്ന് തകർന്ന് തരിപ്പണമായി. രാമകൃഷ്ണദേവന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും വിവേകാനന്ദന്റെയും ഒക്കെ പിന്മുറക്കാര് ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ വീട്ടിൽ മാലിന്യം കോരാൻ നടക്കുന്നവരായി അധപ്പതിച്ചിരിക്കുകയാണ്. ആരാണ് അവർക്ക് ഈ ഗതി ഉണ്ടാക്കിയത്? അപ്പോ നിങ്ങൾ 35 വർഷം ഭരിച്ചിട്ട് ബംഗാളിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 5 വർഷം മാത്രം ഭരിച്ച നിങ്ങൾക്ക് കേരളത്തിന്റെ നേട്ടത്തിൽ അവകാശം ഉന്നയിക്കാൻ പറ്റുക?
കേരളത്തിന്റെ നേട്ടം ആരുടെയും കുത്തകയല്ല. അത് ഈ നാടിന്റെ തനതായ സ്വഭാവമാണ്. 956 EMS അധികാരത്തിൽ വന്നപ്പോൾ തന്നെ കേരളം പല കാര്യങ്ങളിലും 1-ാം നമ്പറായിരുന്നു. ആ 1-ാം നമ്പറായ കേരളത്തെയാണ് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് 65 വർഷം കൊണ്ട് ഒന്നുമില്ലാത്തവരുടെ നാടായി, തൊഴിലന്വേഷകരുടെ, ഭാഗ്യാന്വേഷികളുടെ, യാചകരുടെ കേരളമാക്കി മാറ്റിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി പുതിയതായി ഒന്നും ചെയ്യാനില്ല. 65 വർഷം കൊണ്ട് മാറ്റം വരുത്താത്ത നിങ്ങൾ എങ്ങനെയാണ് അടുത്ത 5 വർഷം കൊണ്ട് ഈ നാട്ടിൽ മാറ്റമുണ്ടാക്കുക? അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കപട വാഗ്ദാനങ്ങളൊന്നും വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരല്ല ഈ നാട്ടിലെ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് 6-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ അതൊരു ചരിത്രമാകും. അത് കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്ന ചരിത്രമാകും. നമ്മളുടെ മക്കൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ, അന്തസ്സോടെ തല ഉയർത്തി നെഞ്ചുവിരിച്ച് ഈ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ നിങ്ങൾ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം.